ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഷെറിനെയാണ് കേട്ടോ. അപ്പോൾ ഷെറിനാണെങ്കിൽ ആകെപ്പാടെ ഇനിയിപ്പോൾ എപ്പം ടോണിച്ചായ വിളിക്കും, എപ്പം ടോണിച്ചായ വിളിക്കും എന്ന ആ ഒരു ഇതിൽ ഫോണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഷെറിൻ്റെ ആങ്ങളയ്ക്കും ഷെറിന്റെ നാത്തൂനൊക്കെ ഭയങ്കര വിഷമം തോന്നുകയാണ്. കാരണം ടോണിച്ചനോടുള്ള ആ ഒരു സ്നേഹമേ, ഷെറിന് ഇപ്പോഴും ടോണിച്ചൻ ഉണ്ടെങ്കിൽ ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ടോണിച്ചനാണെങ്കിൽ ഷെറിനെ കൂട്ടിക്കൊണ്ടു പോകാനും തയ്യാറാവുന്നില്ല. ഷെറിനെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഷെറിന്റെ ആ ഒരു മാനസിക നില തിരികെ വരണം. ഷെറിനാണെങ്കിലോ വല്ലാത്തൊരു അവസ്ഥയിലുമാണ് ഉള്ളത്. കൊച്ചു കുട്ടികൾ പെരുമാറുന്നതിലും അപ്പുറമുള്ളൊരു സ്വഭാവമാണ്. അപ്പം ഒരു ഭർത്താവിനും അത് സഹിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത് അവരിങ്ങനെ സംസാരിക്കാണ് കേട്ടോ. ആങ്ങളെയും നാത്തൂനും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണ്ടേ ഷെറിന്റെ ജീവിതത്തിന്. നമ്മളിങ്ങനെ അവളെ എത്ര നാൾ നമുക്ക് ഇങ്ങനെ നോക്കാനായിട്ട് പറ്റും? ചികിത്സിച്ചിട്ടോ മാറുന്നില്ല. ഇതിനെന്താ ഒരു പരിഹാരം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഷെറിന്റെ ആങ്ങളയുടെ കെട്ടിയോള് പറയുന്നുണ്ട്, അതായത് ഭാര്യ പറയുന്നുണ്ട്, വേറൊന്നുമല്ല, അവൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതൊക്കെ അവൾക്ക് തിരികെ കിട്ടുവാണെങ്കിലായിരിക്കും ചിലപ്പം ഈ ഒരു രോഗത്തിനൊരു മാറ്റം വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നഷ്ടപ്പെട്ടതൊന്നും തിരികെ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊന്നും ആലോചിക്കുക പോലും ചെയ്യരുതെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അവളുടെ ഈ ഒരു അവസ്ഥ കണ്ട് നമുക്കും ഇങ്ങനെ ജീവിക്കേണ്ട ഒരിത് വരും. കാരണം വേറൊന്നും അല്ല, ഒരുപാട് പ്രാക്കുകളും ഒരുപാട് ദോഷങ്ങളും ഒക്കെ കാണൂലേ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പൊ ആ ഒരു ദോഷവും പ്രാക്കുകളും ഒക്കെ മാറണമെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തന്നെ തിരുത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പം ഒരുപക്ഷെ ആ കുഞ്ഞിനെ കുറിച്ചായിരിക്കാം അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മാത്രമല്ല ടോണിച്ചൻ ഇനി ഇവളെ കൊണ്ടുപോകാൻ തയ്യാറാകുകയാണെങ്കിൽ വിട്ടുകൊടുക്കുക തന്നെ ചെയ്യണം എന്ന് നമ്മുടെ ഷെറിന്റെ ആങ്ങളയുടെ ഭാര്യ പറയുന്നുണ്ട്. അപ്പോൾ ടോണിച്ചന് കൊണ്ടുപോകാൻ മനസ്സുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടോണിച്ചൻ ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, അത് നമ്മൾ കണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ആ ഒരു എന്താ പറയാ, നിർബന്ധവും പിടിവാശിയൊക്കെ തന്റെ ജീവിതം പോയല്ലോ എന്ന ഒരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരു സീനാ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈതക്കൽ തറവാട് തന്നെയാണ്. അപ്പൊ കൈതക്കൽ തറവാട്ടില് അലീന വന്നത് വലിയൊരു ഗോളുകളൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. അലീനയും മനുവും സംസാരിക്കുന്നത് നമ്മുടെ കമലയ്ക്ക് കണ്ണിന് കണ്ടുകൂടാ. നേരെ ശിവന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ ശിവന്റെ അടുത്തേക്ക് ചെന്നു, കാലിച്ച് തുള്ളി ആണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴേ ശിവന് മനസ്സിലായി എന്തോ സംഭവം ഉണ്ട്, എന്തോ സംതിങ് ഉണ്ട്. കാരണം കമല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആരെങ്കിലും കുറ്റം പറയാനായിരിക്കും, അല്ലെങ്കിൽ ആരുടെയും പരദൂഷണം പറയാനായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഹരീനെ ജയിലിൽ നടക്കുന്ന കാര്യം പറയാനായിരിക്കും. ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒരെണ്ണം ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കമലയെ കണ്ടതും ശിവൻ പറഞ്ഞു, എന്താ നിന്റെ അടുത്ത പ്രശ്നം? എന്താണെങ്കിലും പോരട്ടെ, പ്രശ്നങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളതാണല്ലോ എന്റെ ഇപ്പോഴത്തെ പരിപാടി. പ്രശ്നങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുക, തലയിൽ ഇങ്ങനെ എല്ലാം കൂടെ കെട്ടി തരലാണല്ലോ നിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നിനക്കിതൊരു ഹോബി ആയിട്ട് മാറിയേക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ശിവേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ. ഓരോ മക്കള് കൈവിട്ട് പൊക്കോണ്ടിരിക്കുക. ഇനി ആകപ്പാടുള്ളൊരു പ്രതീക്ഷ മനുവില, അറിയാലോ. ഹരിയാണെങ്കിൽ ജയിലിൽ പോയി കിടക്കുന്നു. ഇപ്പം ദേ ഹരീനെയും കൂടെ വളച്ചെടുത്ത് വെച്ചിരിക്കുന്നു ആ മറ്റവള്. നിങ്ങൾക്കറിയാമോ, ഹരിയുടെ അല്ല മനുവിന്റെ റൂമിലേക്ക് അവള് കയറി ചെന്നിരിക്കുക. ഞാൻ ചെന്നപ്പോ വാതിൽ അടച്ചിട്ടിരുന്ന് ഭയങ്കര സംസാരം. ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണ്? ഒരു വേലക്കാരി പെണ്ണ്, എവിടെന്നോ വലിഞ്ഞു കയറി വന്ന പെണ്ണ് മനുവിന്റെ റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ ചോദിച്ചു, അതിനിപ്പോ എന്താ സംസാരിക്കുന്നതിന്, ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഓ, സംസാരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടതല്ലായിരുന്നോ? അവൻ കല്യാണം കഴിക്കുവാണെങ്കിൽ അലീനയെ കല്യാണം കഴിക്കത്തുള്ളൂ പോലും. പേരോ ഊരോ നാടോ അച്ഛനോ അമ്മയോ ഇതൊന്നും അറിയാത്തൊരു പെണ്ണിനെയാണോ കൈതക്കൽ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്? ഓ, പെരുത്ത സന്തോഷമായി, പെരുത്ത സന്തോഷം. ഇതേ എന്റെ വീട്ടുകാരെങ്ങാനും ഇതൊക്കെ അറിഞ്ഞാണ്ടല്ലോ വേലക്കാരിനെ കയറ്റി വീട്ടുകാരിയാക്കുക. അയ്യോ, ലേശം ലേശം നാണമില്ലേ, ഉളുപ്പില്ലേ മനുഷ്യ നിങ്ങൾക്ക്? അവനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അവനൊരു ഉദ്ദേശമുണ്ട്, അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്ന ഉദ്ദേശം. ആ ഉദ്ദേശം ഒരിക്കലും വെച്ചു പൊറപ്പിക്കാൻ പോകുന്നില്ല ഈ കമല. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഈ കമലയുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അലീന എന്ന് പറയുന്ന ആ വൃത്തികെട്ട ആ തെണ്ടിപ്പെണ്ണ് ഈ വീട്ടിലെ എന്റെ മരുമകളായിട്ട് കയറി വരില്ല. അന്ന് കയറി വരുന്ന ദിവസം എന്റെ കൊക്കിന്റെ ജീവൻ പോയിരിക്കും. ഞാനേ ശവമായിട്ട് തണുത്തു മറിച്ച് കിടന്നിരിക്കുന്നു പറയുമ്പം പെട്ടെന്ന് നമ്മുടെ ശിവശങ്കര മേനോൻ മനസ്സിൽ പറയാണ്, എന്നാ പിന്നെ ഒരു പെട്ടി ഉടനെ ഓർഡർ ചെയ്യണമല്ലോ എന്ന്. ഇത് കേട്ടത് എന്നെ നിങ്ങൾ എന്താ പുറകുറുത്തത്? ഞാൻ കേട്ടില്ലെന്ന് നിങ്ങൾ ഓർത്തോ? ഞാൻ കേട്ടു. അപ്പൊ നിങ്ങളും കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലേ, ഒത്തുകളിയാണല്ലേ ഇത്? നടക്കത്തില്ല ഈ കമല നട്ടത്തി തരത്തില്ല ഇത്. കമലയ്ക്കൊരു
അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. കമല വെറുതെ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല ഇങ്ങോട്ട്. കൈ നിറയെ സ്വർണവും കൈ നിറയെ പണവും കാറുകളൊക്കെ ആയിട്ടാ എന്റെ അപ്പൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അറിയാലോ നിങ്ങൾക്ക്. എന്റെ പൊന്നു കമല, ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ എന്റെ തലയിലൂടെ ഓടുന്നുണ്ട്. അതുകൊണ്ട് പറയാ, ഒന്ന് മാറി പോകുന്നുണ്ടോ നീ? പെങ്ങളായിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതുപോലെ എന്റെ മകനായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ അലീനയുടെ പേരും പറഞ്ഞ് നീയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുവാടി ഇത്? എനിക്ക് കുറച്ച് സമാധാനം വേണ്ടത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒന്നും നോക്കത്തില്ല, ഞാനങ്ങ് പോകും. അങ്ങ് അങ്ങ് പുറത്തേക്ക് ഞാൻ പോകും. അറിയാലോ, സമാധാനം കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? പിന്നെ ഞാനിവിടെ നിൽക്കത്തില്ല. അവൻ ജയിലിൽ കിടക്കട്ടെ, ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ. എനിക്ക് പോയി ജോലി ചെയ്ത് അവിടെ സുഖമായിട്ട് ജീവിക്കത്തില്ലേ? സഹി കെട്ടാലേ ഞാനങ്ങ് പോകും കയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ കയറി പോകുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാനാണല്ലോ ഇവിടെ കിടന്നെല്ലാം അനുഭവിക്കുന്നത്. നീ എന്താ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്നത്? നീ എന്താ അനുഭവിക്കുന്നത്? ഈ വീട്ടിൽ വെച്ച് വിളമ്പി കുറെ കറിയും ഉണ്ടാക്കി അതും ചെയ്ത് ഇതും ചെയ്ത് അങ്ങ് പോകുന്നു. അതല്ലേ നിനക്കറിയത്തുള്ളൂ. ബാക്കി എന്തെങ്കിലും കാര്യം നിനക്കറിയാമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടേ നീ ഒരു കാര്യം ചെയ്യ, നീ വേറെന്തെങ്കിലും പണി പോയി നോക്ക്. അവിടെ വൈജ ഉണ്ടല്ലോ, അവളോട് പോയി എന്തെങ്കിലും പരദൂഷണോ കുറ്റമോ ഒക്കെ പറഞ്ഞിരിക്കലാണല്ലോ ഇപ്പൊ നിന്റെ ജോലി എന്ന് പറയുന്നത്. അവളാണെങ്കിൽ ഇപ്പൊ പറ്റിയ സിറ്റുവേഷനാ, നിന്റെ കൂടെ കൂടുകയും ചെയ്യും. ചെല്ലെ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് അലീനയുടെ കുറെ കുറ്റങ്ങൾ അങ്ങോട്ട് പറയ. അപ്പൊ നിങ്ങക്ക് സമാധാനമാണെങ്കിൽ സമാധാനം ആകട്ടെ. ദയവ് ചെയ്ത് എന്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ ആരാ, ശിവശങ്കര മേനോൻ. ഏതായാലും ശിവശങ്കര മേനോൻ പോയി. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ മനു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇനിയിപ്പോ ബാലചന്ദ്രനെ ഒന്ന് കൊണ്ടുവരണമല്ലോ. അപ്പൊ ബാലചന്ദ്രനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാനാണ് രോഹിത്തും അലീനയും മനുവും കൂടെ ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരോട് എല്ലാം അഭിപ്രായം ചോദിക്കണമല്ലോ. അപ്പൊ ബബിതയോടും കൃഷ്ണമോളോടും ചോദിച്ചപ്പോഴത്തേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. മനുവേട്ട വെറുതെ മനുവേട്ട പോകുന്നതാണ്, മിക്കവാറും വരാൻ ചാൻസ് ഇല്ല. ഈ അമ്മയ്ക്കുള്ള വാശിന്റെ ഇരട്ടി വാശിയാ ഇപ്പൊ അച്ഛനുള്ളത്. അപ്പൊ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ പോയി നാണം കെടാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇത് നാണം കെടലൊന്നും അല്ലല്ലോ. ഇതെങ്ങനെ നാണം കെടലാകുന്നത്? നിങ്ങളുടെ അച്ഛനെ പോയി വിളിക്കാൻ പോകുന്നു. നിങ്ങൾ അച്ഛൻ വന്നില്ലെങ്കിലും ഒക്കെ വരണ്ട. പക്ഷേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ഇതിന് ഒരു പര്യവസാനം വേണ്ടേ? ഇതെപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി എന്ത് ഗുണമാണ് ഇതിനുള്ളത്? എന്തെങ്കിലും ഗുണമുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ഗുണമുണ്ടോ മക്കളെ? അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, മനുവേട്ടനല്ലേ പറഞ്ഞത്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സമാധാനം ഉണ്ടാകും, ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നൊക്കെ. എന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു, ഞങ്ങള് മക്കളെല്ലാം ഒന്നിച്ച് നിന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ എന്ന് പറയുമ്പം ആന്റിയുടെ വാശി, ആന്റിയുടെ വൈരാഗ്യം, ആന്റിയുടെ ഈ ദുർവാശി ഉണ്ടല്ലോ, അത് ഒരിക്കലും ആന്റിക്ക് ദോഷം ചെയ്യും. അതൊന്നും അറിയാതെയാ ആന്റി ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനുവേട്ട. അമ്മയ്ക്ക് അമ്മയുടെ വാശി, അച്ഛന് അച്ഛന്റെ വാശി, ഇതിന്റെ നടുക്ക് ഞങ്ങൾ ഇപ്പൊ നിന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും മനു പറയുന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിനേതായാലും നമുക്കൊരു പരിഹാരം കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതായാലും അങ്കിളിനെ പോയി ഒന്ന് കാണട്ടെ, സംസാരിക്കട്ടെ. നിങ്ങൾ ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അങ്കിൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേണമെങ്കിൽ നമുക്ക് അങ്കിളിനെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, ഒന്ന് പോയി സംസാരിച്ച് നോക്കാന്ന് പറയുമ്പോഴത്തേക്കും അലീന പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, മനുവേട്ടൻ എത്രയും പെട്ടെന്ന് ചെന്ന് വിളിക്ക്. എനിക്കും തോന്നുന്നില്ല അച്ഛൻ വരൂന്ന്, പിന്നെ ചിലപ്പോൾ മനുവേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെ വന്നാലോ, ഒന്ന് ചെന്ന് വിളിച്ച് നോക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുവിനെ പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ്. ഏതായാലും ഈ സമയത്ത് വൈജ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. വൈജയുടെ അടുത്തേക്ക് കമല ചെന്നിട്ട്, ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്നൊക്കെ അറിയാമോ നിനക്ക്? വൈജെ, അവളുണ്ടല്ലോ ആ വൃത്തികെട്ട ശവം, അവളെ മനുവിന്റെ റൂമിൽ കയറി പാത്തും പതുങ്ങിയും നിന്ന് സംസാരിക്കുന്നു. എന്റെ പൊന്നോ, എന്താ കമലയുടെ അടുത്ത് ഞാൻ ഈ കേൾക്കുന്നത്? മനുവിന്റെ റൂമിൽ കയറി നിന്ന് പാത്തും പതുങ്ങിയും സംസാരിക്കുന്നെന്നോ? അവളിത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം, അവളിത് ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ 10 മാസം കഴിഞ്ഞ് വയറ് വീർപ്പിച്ചുകൊണ്ട് നടന്നാലുണ്ടല്ലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനു മുമ്പ് എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതിനു മുമ്പ് എനിക്കല്ലല്ലോ വൈജയ് ചെയ്യാൻ പറ്റുന്നത്, നിനക്കല്ലേ ചെയ്യാൻ പറ്റുന്നത്. അതിനു മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആ പെണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക്. എനിക്കാണെങ്കിൽ കാലിന് പെരുത്ത് കയറുക. അതിന് ഞാനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മനു ആണല്ലോ അവളെ അങ്ങ് സ്നേഹ നിലയോ എവിടെന്നാ അവിടെ നിന്ന് പോയി കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ മനുവാ കൂട്ടിക്കൊണ്ട് വന്നത്. അവന്റെ ഒരു ഒറ്റ ഉദ്ദേശം ഇതായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പൊ മരുമകനും അതുപോലെ മകനും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അവളിവിടെ സ്ഥിരം നിർത്താനുള്ള പരിപാടിയായിരിക്കും.
ഇതൊക്കെ ബാലചന്ദ്രനും അറിയാം. വൈജയ്, ബാലചന്ദ്രനും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇതൊക്കെ ചെയ്യുന്നത്. ബാലചന്ദ്രന്റെ മകളാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ മനുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നതെന്ന് ചിന്തിച്ചു കാണും ബാലചന്ദ്രൻ. മനുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം അങ്ങോട്ട് സേഫ് ആവൂലോ. എനിക്ക് പറ്റത്തില്ല അവളെ എന്റെ മരുമകളാക്കാനായിട്ട്. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് എങ്ങനെയും പറഞ്ഞയക്കാൻ നോക്കി, ഇല്ലെങ്കിൽ വല്ല ചോറിൽ വല്ല വിഷവും കലക്കി അവളെ കൊല്ലാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ തൊലഞ്ഞു തീരൂല്ലോ അവള്, സമാധാനം കിട്ടൂലോ നമുക്ക്. പിന്നെ നമ്മുടെ മനുവിന്റെ കൂടെ അലീനയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അലീനയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത്. മനു കൂടെ ചെല്ലുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനുവും അലീനയും കൂടെ ചെന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അപ്പൊ മനു ചെന്ന് വിളിക്കുന്നതിൽ നല്ലത് നമ്മുടെ അലീന പോയി വിളിക്കുന്നത് തന്നെയാണല്ലോ എന്നൊരു തീരുമാനം പിന്നെ അവിടെ വരികയാണ്. കാരണം മനു ചെന്ന് വിളിച്ചാൽ ചിലപ്പോൾ ബാലചന്ദ്രൻ വരണമെന്നില്ല. പക്ഷെ അലീന നമ്മുടെ ബാലചന്ദ്രന്റെ പെറ്റായതുകൊണ്ട് തന്നെ അലീനെ വിളിച്ചാൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും ഒക്കെ പറയുന്ന പിന്നെ ഒരു കാര്യം ചെയ്യുക, അലീന ചേച്ചി തന്നെ അലീന ചേച്ചി തന്നെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വാന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഉണ്ട്. ബാലചന്ദ്രൻ അലീനയെ കണ്ടതും എന്തു പറ്റി, തന്നെയുള്ളോ, ബാക്കിയുള്ളവരെല്ലാരും എന്ത്, ഇവിടുന്ന് പോയവരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയതിനൊരു ലക്ഷ്യമുണ്ടല്ലോ അച്ഛാ, അത് നടക്കണമെങ്കിൽ അവരവിടെ നിൽക്കണം. അപ്പൊ നീ ഇങ്ങ് പോകുന്നതിന്റെ ഉദ്ദേശം, ഞാൻ വന്നതിന്റെ ഉദ്ദേശം അത് പിന്നെ അച്ഛാ വേറൊന്നുമല്ല. എനിക്കൊരു കാര്യം അച്ഛനോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ഇനി ഇതിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ഒരിക്കലും ശരിയാവത്തില്ല. അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം. നീ ആദ്യം പറ, ഞാൻ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യാം, നീ പറയേ. അത് പിന്നെ വേറൊന്നുമല്ല, അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വരണം. ഞാൻ നിന്റെ കൂടെ വരാനോ? എങ്ങോട്ടേക്ക്? അത് പിന്നെ കൈതക്കിലേക്ക് ഞാൻ വരാൻ നിന്റെ കൂടെ എന്തിന്? അത് പിന്നെ അച്ഛ, നീ കാല് പിടിക്കുക അച്ഛ. ആരെങ്കിലും ഒരാളൊന്ന് സമീപനം പാലിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം തീരാന്നുള്ളതല്ലേ ഉള്ളൂ. അമ്മ ഒരിക്കലും സമീപനം പാലിക്കില്ല. അമ്മയ്ക്കൊരിക്കലും ഒന്നും അറിയണ്ട, കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ട. പക്ഷെ അച്ഛൻ അങ്ങനെയല്ലല്ലോ, അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാലോ. അച്ഛനൊന്ന് ഓർത്ത് നോക്ക്. ഞങ്ങൾ മക്കള് 4 പേരും കൂടെ കിടന്ന് ഇതിനിടയിൽ എന്റെ കാര്യം അങ്ങ് വിട്, ഞാന് പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളും. പക്ഷേ ബബിതയും കൃഷ്ണമോളും രോഹിത്തും അവരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. അവരാണെങ്കിൽ ഇപ്പൊ നല്ല കുട്ടികളായിട്ട് വളരുക. അതിന്റെ കൂടെ അച്ഛനും അമ്മയും ഇല്ലാത്ത പക്ഷം അവരുടെ ഒരു അവസ്ഥ. നീ എന്താ അലീന ഈ പറഞ്ഞു വരുന്നത്? നീ എന്താ ഈ പറയുന്നത്? ഞാൻ അവളുടെ കാല് പോയി പിടിക്കണമെന്നോ? നിനക്കപ്പ എന്നോടൊട്ട് സ്നേഹമില്ലാതായി പോയല്ലോ. എനിക്കറിയാം, എന്തോരം നിന്നെ വളർത്തിയാലും എന്തോരം ചോറ് തന്നാലും തിരിച്ചു നീ കൊത്തും. അതങ്ങനെയാണ്. നിന്റെ രക്തം എന്റെ അല്ലല്ലോ, നിന്റെ രക്തം നിന്റെ അമ്മയുടെ അല്ലേ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് നോവുമ്പോഴേ നിനക്ക് സഹിക്കില്ലെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോ, അച്ഛാ ഞാൻ പറയുന്നൊന്ന് അച്ഛ ഒരിക്കലും ഞാന് അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇത് എനിക്ക് കൃഷ്ണമോളോടും ബബിതയോടും രോഹിത്തിനോടും ഉള്ളൊരു കടപ്പാടാ. അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, അവരുടെ അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാമെന്ന്. ഞാൻ കാരണം തന്നെയല്ലേ നിങ്ങൾ പിരിഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നിപ്പിക്കണ്ടേ? കൂടിപ്പോയി ഒരാഴ്ച ഞാൻ ഇവിടെ കാണത്തുള്ളൂ അച്ഛാ. ഒരാഴ്ച നീ ഇവിടെ കാണത്തുള്ളെങ്കിലേ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും എനിക്ക്. തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, ബാലചന്ദ്രൻ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. പിന്നെ ഉടനെ ഡിവോഴ്സുമായിട്ട് കോടതിയിലേക്ക് പോവുള്ളൂ. പിന്നെ ഒരിക്കലും വൈജയെ എന്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞ, അച്ഛന്റെ പിടിവാശി വീടച്ഛ, പ്ലീസ് അച്ഛ, ഞാൻ കാല് പിടിക്കുക അച്ഛ, അച്ഛനൊന്ന് വാ, ഇപ്പൊ കൈതക്കിലേക്കൊന്ന് വാ അച്ഛനൊന്ന് വാ അച്ഛ, പ്ലീസ് അച്ഛൻ ഞാൻ പറയുന്നത് കേക്കച്ച, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് വാ അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാല് പിടിക്കാൻ കേട്ടോ. ഏതായാലും അമ്പിലും വില്ലിലും അടുക്കാതെ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുന്നത്. ബാലചന്ദ്രൻ പറയുന്നത്, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വൈജയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയും. വൈജയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഒരിക്കലും എനിക്ക് വൈജയെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ വൈജയെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും. ഇപ്പൊ ഒരു വീട്ടിൽ കഴിയുന്നെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഒരിക്കലും അതുപോലും സാധ്യമാകാതിരിക്കും എന്ന് പറയുമ്പം നമ്മുടെ അലീന വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാം പിടിവാശിയും വൈജയ്ക്കും ഇപ്പം ബാലചന്ദ്രനും മാത്രമാണല്ലോ. ഏതായാലും പുതിയൊരു തീരുമാനം നമ്മുടെ അലീന എടുക്കാൻ പോവുകയാണ്. ഇനി അലീനയും ഒരു പിടിവാശിയിൽ തന്നെ തുടരാൻ പോവുകയാണ്. ഏതായാലും ആ ഒരു പിടിവാശിയിൽ നമ്മുടെ ബാലചന്ദ്രൻ വീഡിയോയിലൊന്ന് നമുക്ക് കാത്തിരുന്നൊക്കെ തന്നെ കാണാട്ടോ. അപ്പൊ അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത്. എന്നും രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഫുൾ വിശേഷം ഡിലേ ആണ്. അപ്പൊ എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ തന്നെ പ്രമോ വിശേഷം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ ഒന്നും നമ്മൾ പ്രേക്ഷകർ നമ്മളെ കാത്തിരിക്കൂല, അപ്പൊ അവരെ നിരാശരാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വരാനിരിക്കുന്ന കഥകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് പ്രമോ പറയുന്നത്. രാവിലെയും പറയുന്നുണ്ട്, അതായത് ഫുൾ വിശേഷം കിട്ടാത്ത ദിവസങ്ങളിലാണ് നമ്മൾ രാവിലെ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിലേക്ക്. അടുത്ത വിശേഷവുമായിട്ട് കാണാൻ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.